ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ എൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഗ്രീൻ പീസ് വട. പരിപ്പ് വട ഒക്കെ എല്ലാവരും നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിന്ന് ഗ്രീൻ പീസ് വട ഉണ്ടാക്കാം. ഇത് കട്ടൻ ചായൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷൻ ആട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഗ്രീൻ പീസ് വടക്ക് നമുക്ക് 1 കപ്പ് ഗ്രീൻ പീസ്, 1 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് 250 ml 1 കപ്പ്. ഇത് നമുക്കിനി ഒരു 5-6 മണിക്കൂർ സോക്ക് ചെയ്യണം. കുതിർത്ത് വെച്ച് എന്നിട്ട് എടുത്തിട്ട് നമ്മൾ പൊടിക്കുന്ന മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് ക്രഷ് ചെയ്ത് നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മുടെ പൊടിക്കുന്ന മിക്സിൻ്റെ ജാറിൽ തീരെ വെള്ളം പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിത് വട പോലെ ആക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ ഗ്രീൻ പീസിലും വെള്ളം പാടില്ല. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ പൾസില്ലേ അതിലിട്ടിട്ട് 2-3 പ്രാവശ്യം ആക്കിയിട്ട് ക്രഷ് ചെയ്ത് എടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതാ ഞാൻ ക്രഷ് ചെയ്യുന്നതിൻ്റെ മുമ്പേ 1 ടേബിൾ സ്പൂണ് ഗ്രീൻ പീസ് തൊലി കളഞ്ഞിട്ട് പൊട്ടിച്ചെടുത്ത് വെച്ചാൽ അത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് വടൻ്റെ അകത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചേർക്കുകയാണ്. അതേപോലെ ഇത് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി, മല്ലിയില, കരിവേപ്പില ഓരോ പിടി വീതം ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തതാട്ടോ. വെജിറ്റബിൾ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായി ചെറുതായിട്ട് ചോപ്പ് ചെയ്താലും മതി. അതും ചേർക്കാം. അതേപോലെ ഒരു സവാള, മീഡിയം സവാള, ഓക്കെ, അത് നന്നായിട്ട് ചോപ്പ് ചെയ്തത്. സവാള എപ്പോഴും ലാസ്റ്റ് മാത്രമേ ചേർക്കാവൂ കേട്ടോ. കാരണം സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങിയാൽ ഇത് കംപ്ലീറ്റ് വെള്ളം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് വടൻ്റെ ഷേപ്പിൽ, ഒരു പരിപ്പ് വടൻ്റെ ഒക്കെ ഷേപ്പിലേക്ക് മാറ്റണം. അങ്ങനെ ആക്കിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സവാള ചേർത്ത ഉടനെ തന്നെ നമുക്കിത് വറുത്ത് കോരണം. ഇപ്പോൾ അതാ എല്ലാം റെഡിയായി. ഇനി നമുക്കിത് ഒന്ന് ഷേപ്പാക്കിയിട്ട് വറുത്ത് കോരാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് അത്യാവശ്യം നല്ല എണ്ണ വേണം. ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇവിടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ഇത് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് വടൻ്റെ ഷേപ്പിലേക്ക്, നമ്മൾ പരിപ്പ് വടക്കല്ലേ ആ ഒരു ഷേപ്പിലേക്ക് എടുക്കാം. ഞാൻ കയ്യിൽ ഇത്തിരി ഓരോ തടവിയുണ്ട് ഒട്ടിപ്പോവാതിരിക്കാൻ. എന്നിട്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ ആക്കുക, പ്രസ് ചെയ്യുക. ഇതാണ് നമ്മുടെ വട. ഇങ്ങനെ ആക്കിയാൽ മതി. നമുക്ക് ഇങ്ങനെ നല്ലോണം കിട്ടും. ഇതാ കണ്ടോ, നമുക്കിങ്ങനെ വെക്കാം. അടുത്തത് എടുക്കാം, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്യുന്ന. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഉള്ളി മിക്സ് ചെയ്ത് അന്നപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എപ്പോഴാണോ വറുത്ത് കോരുന്നത് ആ സമയത്ത് മാത്രമേ ഒനിയൻ മിക്സ് ചെയ്യാവൂ. അല്ലെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എണ്ണ നന്നായി ചൂടായിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് ഓരോ വടയായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി ഒരു അടിഭാഗം പരന്നിട്ടുള്ള കടായി വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഒരുമിച്ച് ഒരു 5 എണ്ണമൊക്കെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ, വറുത്ത് കോരാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, പുറമെ നല്ലതായിട്ട് കറുത്തു പോവും, ഉള്ളിട്ട് വേവുമില്ല. അതുകൊണ്ട് ഫസ്റ്റ് നല്ലോണം ചൂടായിട്ട് ഇടുമ്പോൾ നല്ല ചൂട്, പിന്നെ നിങ്ങൾ തീ കുറച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി ഒന്ന് നന്നായിട്ട് 2 ഭാഗവും വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റ് എടുക്കൂല, ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ എടുക്കും. നന്നായി മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഓക്കെ, കോരിയിട്ട് ഇതാ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടാൽ മതി. അപ്പം എന്താ ചെയ്യും, എണ്ണ കുടിക്കൂല. ടിഷ്യൂ പേപ്പറിലേക്കും നല്ലത് ഇതുപോലത്തെ പാത്രത്തിൽ, ഇങ്ങനെ ഓട്ടുള്ള പാത്രത്തിലേക്ക് കോരിയിടുന്ന. അപ്പം കുറേ സമയം നമുക്ക് ഈ വട നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും. ഓക്കെ, ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ കോരിയെടുക്കട്ടെ. ഇതിനുകൊണ്ട് ഞാനൊരു മീഡിയം സൈസ് ഒരു
15 ഉണ്ടാക്കിട്ടോ പറ്റുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ വലുത് വേണേൽ നിങ്ങൾക്ക് വലുതാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 12 കിട്ടും. 1 കപ്പ് ഗ്രീൻ പീസ് ഉണ്ട്. ഓക്കെ, ആ വടയും വറുത്ത് കോരി ഇതാ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഉള്ളിൽ നല്ല ഗ്രീൻ കളർ ഗ്രീൻ പീസ് വട. ഓക്കെ, പിന്നെ അതേപോലെ നിങ്ങൾക്ക് കണ്ടോ 1 ടേബിൾ സ്പൂൺ ഇതിട്ടില്ലായിരുന്നോ ഗ്രീൻ പീസ് പൊട്ടിച്ചിട്ടത്, അതാണ് ഈ നമുക്ക് കാണുന്നത്. അതുള്ള ഇടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള എളുപ്പം വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഓക്കെ, അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.